പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങളെ ഓരോരുത്തരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 12 ബിസിനസ് സ്റ്റഡീസിലെ 7ാമത്തെ ചാപ്റ്റർ ഡയറക്റ്റിംഗ് ഈ പാഠത്തിൻ്റെ 6ാം ഭാഗത്തേക്കാണ് കിടക്കുന്നത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസെൻറ്റീവുകളെക്കുറിച്ചാണ് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇൻസെൻറ്റീവുകൾ അഥവാ പ്രോത്സാഹന രീതികൾ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരെ പ്രചോദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപാധികളാണിവ. ഇവയെ നമ്മൾ മോട്ടിവേറ്റേഴ്സ് എന്നുകൂടെ നേരത്തെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു മേലുദ്യോഗസ്ഥൻ അഥവാ ഒരു മാനേജർ തൻ്റെ കീഴ് ജീവനക്കാരനെ സ്ഥാപനത്തിലേക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പെർഫോമൻസ് നൽകുന്നതിന് വേണ്ടി പ്രചോദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപാധികളാണ് ഇൻസെൻറ്റീവുകൾ. സോ അബൌട്ട് ദ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. സാമ്പത്തികവും സാമ്പത്തിക ഇതരമായിട്ടുള്ള ഇൻസെൻറ്റീവുകൾ മാനേജർമാർ തൻ്റെ കീഴ് ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. All measures which are taken to motivate employees to improve their performance are called incentives. ഇവിടെ പ്രോത്സാഹനം എന്ന് പറയുന്നത് ജീവനക്കാരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ്, ഉപാധികളാണ്. They are broadly classified as financial incentives and non-financial incentives. The various incentives can be broadly classified as financial incentives and non-financial incentives. അപ്പോൾ പണപരമായിട്ടുള്ള ഇൻസെൻറ്റീവുകളും പണപരമല്ലാത്ത ഇൻസെൻറ്റീവ്സുമുണ്ട്. So incentives are broadly classified as financial incentives. സാമ്പത്തികമായിട്ടുള്ള രീതികളുണ്ട്, സാമ്പത്തിക ഇതര രീതികളുണ്ട്. So firstly we may discuss about financial incentives. സാമ്പത്തിക പ്രോത്സാഹനങ്ങളാണിവ, ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. And there is also non-financial incentives. We know these incentives are something which stimulates a person to do certain activity. അപ്പോൾ പ്രവർത്തന നിരതനാക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി നൽകുന്നവയാണ് ഇൻസെൻറ്റീവുകൾ. അവയെ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്നും നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്നും തരംതിരിക്കാം. ആദ്യമായിട്ട് നമുക്ക് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സുകളെ കുറിച്ച് വിശദമായിട്ട് കാണാം. എന്താണ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്? അതിൻ്റെ പേരിൽ തന്നെ വ്യക്തമാണ്. ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഉള്ള, അല്ലെ പണപരമായിട്ട് മൂല്യപ്പെടുത്താൻ കഴിയുന്ന പ്രോത്സാഹന രീതികളാണ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. These incentives directly or indirectly associated with monetary benefits. അവരുടെ ജീവനക്കാരന് പണപരമായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ മോണിറ്ററി ബെനഫിറ്റ് ലഭിക്കുന്ന, നേരിട്ടോ പരോക്ഷമായിട്ടോ സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഇൻസെൻറ്റീവ്സ് ആണ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. ദീസ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. അവ പണപരമായിട്ടായിരിക്കും, അല്ലെങ്കിൽ പണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവ പറഞ്ഞിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അവയ്ക്ക് നമുക്ക് പണപരമായിട്ട് മൂല്യം നിശ്ചയിക്കാൻ കഴിയുന്നവയാണ്. അവ സാമ്പത്തിക ആനുകൂല്യങ്ങളാണ്. പ്രധാനപ്പെട്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ദ വേരിയസ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. ഫസ്റ്റ് വൺ ഈസ് പേ ആൻഡ് അലവൻസസ്. ശമ്പളവും ബത്തകളും നൽകുക. Pay and allowances is the first type of financial incentives and also the most common type of financial incentives.
സാലറിയും മറ്റ് ആനുകൂല്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള പ്രതിഫലവും നൽകുക. ഹിയർ ദ സാലറി മേ ഇൻക്ലൂഡ് ബേസിക് പേ, ഡിയർനെസ് അലവൻസ് ആൻഡ് അതർ പെർക്വിസിറ്റ്സ് ആൻഡ് ഓൾസോ അതർ അലവൻസസ്. അപ്പോൾ ബേസിക് പേ എന്ന് പറയുന്ന അടിസ്ഥാന ശമ്പളം, അതിനു പുറമെ ഡിയർനെസ് അലവൻസ്, ക്ഷാമബത്ത, വിലക്കയറ്റത്തെ നേരിടാൻ വേണ്ടിയിട്ട് ജീവനക്കാർക്ക് നൽകുന്ന അധിക ശമ്പള വർധനമാണ് ഡിയർനെസ് അലവൻസ് എന്ന് പറയുക. ക്ഷാമബത്ത എന്ന് വിശേഷിപ്പിക്കും. അല്ലെങ്കിൽ വീട്ടുവാടക അലവൻസ്, ഹൗസ് റെൻ്റ് അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, ഹിൽ ട്രാക്ട് അലവൻസ്. മലമ്പ്രദേശങ്ങളിലും വിദൂര പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കുള്ള ആനുകൂല്യമാണ് അല്ലെങ്കിൽ അലവൻസ് അഥവാ ബത്തയാണ് ഹിൽ ട്രാക്ട് അലവൻസ്. അപ്പോൾ ഇത്തരം പേയും അലവൻസുകളും ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവാണ്. So the pay and allowances are the common type of financial incentive. And secondly, productivity linked wage incentives. അപ്പോൾ ജീവനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്കുള്ള പ്രോത്സാഹനമായിട്ട്, അവരെ പ്രചോദിപ്പിക്കാനുള്ള പ്രോത്സാഹനമായിട്ട് പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ഇൻസെൻറ്റീവുകൾ കൊടുക്കാവുന്നതാണ്. ഉൽപ്പാദനത്തിനെ അടിസ്ഥാനമാക്കിയുള്ള കൂലി സമ്പ്രദായമാണിത്. നമുക്കറിയാം, സാധാരണ കൂലി സമ്പ്രദായം എന്ന് പറയുന്ന ടൈം റേറ്റ് സിസ്റ്റമുണ്ട്, പീസ് റേറ്റ് സിസ്റ്റമുണ്ട്. ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാ ജീവനക്കാരെയും ഒരേപോലെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് കൂലി കൊടുക്കുന്ന സമ്പ്രദായമാണ്. ജോലിക്ക് ഹാജരാകുന്ന എല്ലാവർക്കും ഒരേ കൂലി നൽകുന്ന സമ്പ്രദായമാണ്. ആ എൻഗേജ് ചെയ്ത സമയത്തിനെ അടിസ്ഥാനമാക്കി കൂലി കൊടുക്കുന്ന സമ്പ്രദായമാണ് ടൈം റേറ്റ് സിസ്റ്റം. എന്നാൽ ഉൽപ്പാദനക്ഷമതയെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കി കൂലി കൊടുക്കുന്ന സമ്പ്രദായമാണ് പീസ് റേറ്റ് സിസ്റ്റം. പീസ് റേറ്റ് സിസ്റ്റം ഒരു ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയും. കാരണം ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യാനും ഹയർ പ്രൊഡക്ടിവിറ്റിക്ക് അവരെ എൻകറേജ് ചെയ്യാനും വേണ്ടിയിട്ട് അവിടെ പീസ് റേറ്റ് സിസ്റ്റം സഹായിക്കുന്നുണ്ട്. കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ കൂലി ലഭിക്കുന്നതിന് അത് സാഹചര്യമൊരുക്കുന്നു. നമ്മൾ പഠിക്കുകയുണ്ടായി, FW ടൈലർ പീസ് റേറ്റ് സിസ്റ്റത്തിൻ്റെ അഡ്വക്കേറ്റ് ആയിരുന്നു. അദ്ദേഹം നിർദ്ദേശിച്ചതാണ് വ്യത്യസ്ത കൂലി നിരക്കായിട്ടുള്ള ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അറ്റൈൻ ചെയ്യുന്ന ജീവനക്കാർക്ക് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടോ അതിൽ കൂടുതലോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീവനക്കാർക്ക് ഒരു അധിക നിരക്കിലുള്ള ശമ്പളവും, എന്നാൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അറ്റൈൻ ചെയ്യാത്ത ജീവനക്കാർക്ക് കുറഞ്ഞ നിരക്കിലുള്ള ശമ്പളവും ആണ് അദ്ദേഹം നിർദ്ദേശിച്ചത് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിലൂടെ. അപ്പോൾ എഫിഷ്യൻ്റ് വർക്കേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ അത്തരത്തിലുള്ള പീസ് റേറ്റ് സിസ്റ്റം സഹായകരമാണ്. ജീവനക്കാരെ കൂടുതൽ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഉൽപ്പാദനം നടത്താൻ വേണ്ടിയിട്ട്, കൂടുതൽ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇത് പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ഇൻസെൻറ്റീവ് ഈസ് ഓൾസോ എ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ദാറ്റ് മോട്ടിവേറ്റ് ദ വർക്കേഴ്സ്. ആൻഡ് തേർഡില് ബോണസ്. സാധാരണ ബോണസിനെ നമ്മൾ ഉത്സവബത്ത എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ഇറ്റ് ഈസ് ആൻ അഡീഷണൽ ഇൻസെൻറ്റീവ് ഓവർ ആൻഡ് അബോവ് ദ സാലറി ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. സാധാരണ ഇതിൽ ബോണസ് നൽകുന്നത് ബിസിനസ്സിൻ്റെ ലാഭക്ഷമതയ്ക്ക് അനുസരണമായിട്ടാണ്. കൂടുതൽ ലാഭമുണ്ടാക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ ജീവനക്കാർക്ക് ഒരു അധിക ശമ്പളമായിട്ട് ബോണസ് നൽകാറുണ്ട്. സാധാരണ ശമ്പളത്തിനുപരിയായിട്ട് ഉത്സവ സമയത്തോ അല്ലെങ്കിൽ വർഷ അവസാനമോ ഇത്തരം ബോണസുകൾ നൽകാറുണ്ട്. സോ ബോണസ് ഈസ് ആൻ ഇൻസെൻറ്റീവ്. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്.
കൂടുതൽ ബോണസ് ലഭിക്കുന്നത് തീർച്ചയായിട്ടും ജീവനക്കാരെ കഠിനാധ്വാനം ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്നു. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് പ്രോഫിറ്റ് ഷെയറിംഗ്. ജീവനക്കാരുമായിട്ട് ലാഭം പങ്കുവെക്കൽ. ബിസിനസ്സിൻ്റെ ലാഭം ഉടമസ്ഥൻ തനിച്ച് എടുക്കാതെ അവിടുത്തെ ജീവനക്കാർ കൂടെ പങ്കുവെക്കുന്ന രീതിയാണ് പ്രോഫിറ്റ് ഷെയറിംഗ്. എംപ്ലോയീസ് ആർ ഗിവിംഗ് ഓപ്പർച്യൂണിറ്റി ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. അവിടെ ശമ്പളത്തിന് പുറമെ ലാഭത്തിൻ്റെ ഒരു ഷെയർ കൂടെ ജീവനക്കാർക്ക് നൽകുന്ന രീതിയാണത്. ലാഭം ഉടമസ്ഥന് മാത്രം ലഭിക്കുമ്പോൾ ജീവനക്കാർക്ക് ബിസിനസ്സിനെ ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാതെ വരാം. ജീവനക്കാർക്ക് ലാഭത്തിൻ്റെ ഒരു പങ്ക് കൂടി നൽകുന്നതിലൂടെ കൂടുതൽ ലാഭമുണ്ടാക്കാൻ വേണ്ടി സ്ഥാപനത്തെ ലാഭകരമായിട്ട് പ്രവർത്തിപ്പിക്കാനുള്ള താല്പര്യം ജീവനക്കാർക്കുണ്ടാകുന്നു. സോ പ്രോഫിറ്റ് ഷെയറിംഗ് ഈസ് ഓൾസോ എ മീൻസ് ഓഫ് motivation to the workers. Then fifthly, co-partnership or stock option. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ എംപ്ലോയീസിന് പാർട്ട്ണർ ആവാനുള്ള അവസരങ്ങൾ നൽകാം. എംപ്ലോയീസിനെ പാർട്ട്നേഴ്സ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് മാറ്റാം. അതാണ് കോ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. എംപ്ലോയീസിന് പാർട്ട്നേഴ്സ് ആവാനുള്ള അവസരം നൽകുക. അല്ലെങ്കിൽ കമ്പനികളാണെങ്കിൽ അവിടെ സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാനുകൾ നൽകാറുണ്ട്. എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്നാണ് പറയുക, ESOP, എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. ജീവനക്കാർക്ക് മാർക്കറ്റ് റേറ്റിനേക്കാളും കുറഞ്ഞ നിരക്കിൽ കമ്പനിയുടെ ഓഹരികൾ നൽകുന്ന രീതിയാണ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാനിലൂടെ ജീവനക്കാർക്ക് മാർക്കറ്റ് റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റിൽ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ കമ്പനിയുടെ ഷെയറുകൾ ലഭിക്കുന്നു. സോ എംപ്ലോയീസ് ആർ ഓഫേർഡ് ടു സബ്സ്ക്രൈബ് ദ ഷെയർസ് ഓഫ് ദ കമ്പനി അറ്റ് എ ഡിസ്കൗണ്ടഡ് റേറ്റ്. അത്തരത്തിൽ കോ പാർട്ട്ണർഷിപ്പ് നൽകുന്നതോ അല്ലെങ്കിൽ കമ്പനികളുടെ ഷെയറുകൾ കുറഞ്ഞ വിലയ്ക്ക് നൽകുന്നതോ ഒക്കെ ജീവനക്കാരെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നു. ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുന്നു. So co-partnership and also employees stock option plan. These are financial incentives that may motivate the workers. Then ആറാമതായിട്ട് റിട്ടയർമെൻറ്റ് ബെനഫിറ്റ്സ് ആണ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവായിട്ട് ചർച്ച ചെയ്യുന്നത്. വിരമിക്കുന്ന സമയത്ത് ഒരുപാട് ആനുകൂല്യങ്ങൾ ജീവനക്കാർക്ക് കൊടുക്കുന്നു. ഇത്തരം ആനുകൂല്യങ്ങൾ സർവീസിലിരിക്കുന്ന കാലത്ത് കൂടുതൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ലാഭകരമായിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടി അവിടുത്തെ ജീവനക്കാരെ പ്രേരിപ്പിക്കുന്നു. സോ റിട്ടയർമെൻറ്റ് ബെനഫിറ്റ്സ് ഓഫേർഡ് ടു ദ എംപ്ലോയീസ് വിൽ ഓൾസോ മോട്ടിവേറ്റ് ഡ്യൂറിങ് ദർ സർവീസ്. ദ റിട്ടയർമെൻറ്റ് ബെനഫിറ്റ്സ് ലൈക്ക് പ്രൊവിഡൻറ്റ് ഫണ്ട്, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, all such retirement benefits will motivate the employees. And the next one is perquisites. ഇവയെ വേണമെങ്കിൽ കൈനീട്ടം എന്ന മലയാളത്തിൽ വിശേഷിപ്പിക്കാം. പെർക്വസിറ്റ്സ് ഓർ ഫ്രിഞ്ച് ബെനഫിറ്റ്സ്. സാലറിക്ക് പുറമെ മറ്റു പല ആനുകൂല്യങ്ങളും സ്ഥാപനത്തിന് നൽകാറുണ്ട്. ഉദാഹരണമായിട്ട് ഫ്രീ ആയിട്ട് ക്വാർട്ടേഴ്സ് സൗകര്യം, ജീവനക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വാർട്ടേഴ്സ് സൗകര്യം സ്ഥാപനം ഒരുക്കി കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ ക്യാൻറ്റീൻ ഫെസിലിറ്റീസ്, കൺസെഷണൽ റേറ്റിൽ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ സ്ഥാപനത്തിൻ്റെ വക സ്റ്റോറിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ കമ്പനി ജീവനക്കാർക്ക് വേണ്ടി ഹോസ്പിറ്റൽ സൗകര്യങ്ങളോ അവരുടെ കുട്ടികൾക്ക് സ്കൂൾ സൗകര്യങ്ങളോ ഏർപ്പെടുത്താറുണ്ട്. അല്ലെങ്കിൽ ജീവനക്കാർക്ക് കമ്പനി വക വാഹനങ്ങൾ നൽകാറുണ്ട്, വെഹിക്കിൾസ് നൽകാറുണ്ട്. ഇവയൊക്കെ ഫ്രിഞ്ച് ബെനഫിറ്റ്സിന് അല്ലെങ്കിൽ പെർക്വസിറ്റ്സിന് ഉദാഹരണമാണ്. അപ്പോൾ ഇത്തരം അധിക സൗകര്യങ്ങൾ നൽകുന്നത് സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടിയിട്ട്
ജീവനക്കാരെ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്നു. These all are the major financial incentives usually used for as a means for motivating employees in an organization. And the second category are the non-financial incentives. സാമ്പത്തികേതര ആനുകൂല്യങ്ങളാണ് non-financial incentives. Incentives that cannot be measured in terms of money are called non-financial incentives. പണപരമായിട്ട് അളക്കാൻ കഴിയാത്ത ആനുകൂല്യങ്ങളാണ് ഇത്തരമുള്ള non-financial incentives. We all know all human needs like psychological, social or emotional needs cannot be satisfied by money. എല്ലാ ജീവനക്കാരെയും പണം കൊണ്ട് തൃപ്തരാക്കാൻ കഴിഞ്ഞുവെന്ന് വരില്ല. ചിലർക്ക് ഇമോഷണൽ നീഡ്സ് അല്ലെ സോഷ്യൽ നീഡ്സ് അല്ലെ സൈക്കോളജിക്കൽ നീഡ്സ് ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത്. കേവലം പണം നൽകി അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധ്യമല്ല. പ്രത്യേകിച്ചും ഒരു ഹയർ ലെവലിലുള്ള ജീവനക്കാരെ സംബന്ധിച്ച് പണത്തേക്കാൾ ഉപരി പദവിയും അംഗീകാരവും ഒക്കെ ആയിരിക്കും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പണപരമായിട്ട് മെഷർ ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ജീവനക്കാർ കൂടുതലും സൈക്കോളജിക്കൽ, സോഷ്യൽ, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നവയായിരിക്കും ഇത്തരം non-financial incentives. non-financial incentives-ൽ പണത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നില്ല. ചില non-financial incentives പണപരമായിട്ടുള്ള ആനുകൂല്യങ്ങളും ഉൾപ്പെടുന്നതാണ്. ഉദാഹരണമായിട്ട് പ്രമോഷൻ. ഒരു ഉയർന്ന തസ്തികയിലേക്ക് പ്രമോഷൻ ലഭിക്കുന്നത് ജീവനക്കാരെ സംബന്ധിച്ച് ഒരുപാട് സംതൃപ്തി നൽകുന്നൊരു കാര്യമാണ്. സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ ഇത് തുടർന്നവരെ പ്രേരിപ്പിച്ചേക്കാം. അപ്പോൾ non-financial ഇൻസെൻറ്റീവായിട്ട് ഇത്തരം പ്രമോഷൻ സൗകര്യങ്ങളെ നമുക്ക് കാണാവുന്നതാണ്. പ്രമോഷൻ ലഭിക്കുന്നതിലൂടെ നമുക്കറിയാം ഉയർന്ന ശമ്പളം ലഭിക്കുന്നുണ്ട്. എന്നാൽ ആ ഉയർന്ന ശമ്പളത്തെക്കാളിലും ആ ഉയർന്ന പദവിയാണ് അവിടെ കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ non-financial ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ non-monetary ഇൻസെൻറ്റീവായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ non-financial ഇൻസെൻറ്റീവ്സിൽ മോണിറ്ററി ആയിട്ടുള്ള ആസ്പെക്ട്സ് ചിലപ്പോൾ ഉണ്ടായേക്കാം. എന്നാൽ അതിനേക്കാളും അവിടെ പരിഗണന non-financial ആയിട്ടുള്ള ആസ്പെക്ട്സിനായിരിക്കും. അത്തരം സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും സൈക്കോളജിക്കലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള, ഇമോഷണലായിട്ടുള്ള നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനാണ് കൂടുതൽ ഉപകരിക്കുന്നത്. പ്രധാനപ്പെട്ട non-financial ഇൻസെൻറ്റീവ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യമായി സ്റ്റാറ്റസ്. ഉയർന്ന പദവി ജീവനക്കാരെ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്ന ഒരു non-financial ഇൻസെൻറ്റീവാണ്. ഹിയർ സ്റ്റാറ്റസ് മീൻസ് റാങ്കിങ് ഓഫ് പൊസിഷൻസ്. ഉയർന്ന ഒരു തസ്തികയിലേക്ക് നിയമനം ലഭിക്കുക, അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം ലഭിക്കുക, സ്ഥാപനത്തിൽ ഒരു ഉയർന്ന പോസ്റ്റിലേക്ക് നിയമനം ലഭിക്കുക. ഇറ്റ് ഫുൾഫിൽസ് ദ സൈക്കോളജിക്കൽ, സോഷ്യൽ ആൻഡ് എസ്റ്റീം നീഡ്സ് ഓഫ് എംപ്ലോയീസ്. ഇത്തരത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാപനത്തിലൊരു ഉയർന്ന സ്റ്റാറ്റസ്, ഒരു ഉയർന്ന പദവി ലഭിക്കുന്നത് സൈക്കോളജിക്കലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള എസ്റ്റീം നീഡ്സിനെയാണ് അവിടെ ഫുൾഫിൽ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ്ലി ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. നല്ലൊരു ജോലി സാഹചര്യം, ഒരു വർക്കിംഗ് കണ്ടീഷൻ, ഫേവറബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ ജീവനക്കാരെ പ്രചോദിപ്പിക്കും. ഇൻഡിവിജ്വൽ ഓട്ടോണമി, കൺസർവേഷൻ ടു എംപ്ലോയീസ്,
and various rewards may develop a favorable climate in the organization. അപ്പോൾ ജോലി ചെയ്യുന്നതിനൊരു അനുകൂല സാഹചര്യ സ്ഥാപനത്തിലുണ്ടെങ്കിൽ അത് ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, എ ഫേവറബിൾ ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് വിൽ ഓൾസോ മോട്ടിവേറ്റ് ദ വർക്കേഴ്സ്. അവിടെ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുക, മേലുദ്യോഗസ്ഥരിൽ നിന്ന് വേണ്ട പരിഗണന ലഭിക്കുക, അർഹതപ്പെട്ട അംഗീകാരവും അവാർഡുകളും ലഭിക്കുക, ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു തൊഴിൽ സാഹചര്യം ജീവനക്കാരന് ലഭിക്കുന്നതിന് സഹായിക്കുകയും അതിലൂടെ അവൻ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യാൻ, കുറും വിശ്വസ്തയോടുകൂടി കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുകയും ചെയ്യും. അപ്പോൾ ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ സ്ഥാപനത്തിലെ തൊഴിൽ സാഹചര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം സ്ഥാപനത്തിലുള്ളത് ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യും. ആൻഡ് തേർഡ്ലി സ്പീക്കിംഗ്, കരിയർ അഡ്വാൻസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഈസ് അനദർ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്. കരിയർ അഡ്വാൻസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. The skill development programs and sound promotion policy encourages employees to improve their performance. ജീവനക്കാർക്ക് അവരുടെ തൊഴിൽ മേഖലയിലുള്ള സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടി യഥാസമയത്ത് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്ക് പ്രൊമോഷൻ സൗകര്യങ്ങൾ ഒരുക്കുക. ഇത്തരത്തിലുള്ള കരിയർ അഡ്വാൻസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യും. താഴ്ന്ന തസ്തികയിലുള്ള ജീവനക്കാർക്ക് ഉയർന്ന തസ്തികയിലേക്ക് പ്രൊമോഷൻ സാധ്യതകൾ ആ സ്ഥാപനത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പരിശീലനവും വ്യക്തിത്വ വികസന പ്രോഗ്രാമുകളും ആ സ്ഥാപനത്തിൽ നടത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ ജീവനക്കാരെ എൻകറേജ് ചെയ്യുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ സച്ച് കരിയർ അഡ്വാൻസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വിൽ ഓൾസോ ആക്ട് ആസ് എ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്. The next one is job enrichment. Inclusion of variety in work, giving workers more autonomy and also responsibility, opportunities for growth, etc. will lead to job enrichment. Here the job will become a source of motivation. ആ ജോലി തന്നെ എന്താണ്? ജീവനക്കാർക്ക് മോട്ടിവേഷൻ പ്രദാനം ചെയ്യുക. അപ്പോൾ ഒരേ ജോലി തന്നെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മടുപ്പ്, വിരസത ജീവനക്കാർക്കുണ്ടായേക്കാം. എന്നാൽ ആ ജോബ് ചലഞ്ചിങ് ആയി മാറ്റുമ്പോൾ, പുതിയ പുതിയ ഡ്യൂട്ടീസ് ഏൽപ്പിച്ചു കൊടുക്കുന്നതിലൂടെ ആ ജോബ് ചലഞ്ചിങ് ആയി മാറുകയും അവിടെ വെറൈറ്റി ഡ്യൂട്ടീസ് അവർക്ക് ലഭിക്കുകയും അതവരെ കൂടുതൽ കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. സോ ഇൻക്ലൂഷൻ ഓഫ് വെറൈറ്റി ഇൻ വർക്ക്, ആ ജോലിയിൽ വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്യുന്നത്, ദെൻ കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം, ജീവനക്കാർക്ക് സ്വയമേവ തീരുമാനിച്ച കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരം നൽകുന്നത്, കൂടുതൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുന്നത്, ദെൻ ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒക്കെയും ജോബ് എൻറിച്ച്മെൻറ്റിൻ്റെ ഭാഗമാണ്. അവിടെ ആ തൊഴിൽ തന്നെ അദ്ദേഹത്തെ നിരന്തരം മോട്ടിവേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ ദ ജോബ് ഇറ്റ് സെൽഫ് വിൽ ബിക്കം എ സോഴ്സ് ഓഫ് മോട്ടിവേഷൻ. ദെൻ അനദർ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ഈസ് എംപ്ലോയി റെക്കഗ്നീഷൻ പ്രോഗ്രാം. ജീവനക്കാർക്ക് വേണ്ട അഭിനന്ദനവും അവർക്ക് വേണ്ട സമ്മാനങ്ങളും നൽകുന്നത് തീർച്ചയായിട്ടും ജീവനക്കാരെ പ്രചോദിപ്പിക്കാറുണ്ട്. എംപ്ലോയി റെക്കഗ്നീഷൻ പ്രോഗ്രാംസ് ആർ ഓൾസോ എ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ദാറ്റ് മോട്ടിവേറ്റ് ദ എംപ്ലോയീസ്. ഹിയർ റെക്കഗ്നീഷൻ മീൻസ് acknowledgement and appreciation of good performance, and also giving appreciation for their
ബെറ്റർ പെർഫോമൻസ്. അപ്പോൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ട അംഗീകാരവും അവർക്ക് വേണ്ട പ്രോത്സാഹനവും കൊടുക്കലാണ് എംപ്ലോയി റെക്കഗ്നീഷൻ പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് മികച്ച പ്രവർത്തനം നടത്തുന്ന ജീവനക്കാരുടെ ഫോട്ടോയും അവരുടെ വിശദാംശങ്ങളും കമ്പനി നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കാം. അപ്പോൾ അവിടെ വാൾ ഓഫ് ഫെയിം അല്ലെങ്കിൽ ക്യാഷ് അവാർഡുകൾ, മെമൻറ്റോസ് സമ്മാനിക്കൊണ്ട്, ജീവനക്കാർക്ക് പാരിതോഷികങ്ങൾ നൽകിക്കൊണ്ട്, ക്യാഷ് അവാർഡുകൾ നൽകിക്കൊണ്ട് അവരെ അംഗീകരിക്കാം. അത്തരം അംഗീകാരം ജീവനക്കാരെ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സോ എംപ്ലോയി റെക്കഗ്നീഷൻ പ്രോഗ്രാം ആർ ഓൾസോ എ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്. ദെൻ ജോബ് സെക്യൂരിറ്റി ഈസ് അനദർ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ദാറ്റ് മോട്ടിവേറ്റ് ദ വർക്കേഴ്സ്. ജോബ് സെക്യൂരിറ്റി, സുരക്ഷിതമായിട്ടുള്ളൊരു ജോലി അല്ലെങ്കിൽ ജോലി സ്ഥിരതയൊക്കെ തീർച്ചയായിട്ടും ജീവനക്കാരെ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു സ്ഥിരം ജോലി അല്ലെങ്കിൽ സ്ഥിരതയുള്ളൊരു ജോലി, പ്രത്യേകിച്ച് നമുക്കറിയാം സ്വകാര്യ മേഖലയുടെ ജോലിയേക്കാളും ഗവൺമെൻറ് സെക്ടറിലുള്ള ജോലി പലരും കൂടുതൽ സെക്യൂറായിട്ട് പരിഗണിക്കുന്നു. അപ്പോൾ ജോബ് സെക്യൂരിറ്റി ഫീൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യാനും ദീർഘകാലം ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു പ്രേരണ ജീവനക്കാരിൽ ഉണ്ടാക്കുന്നു. So job security will make the employees more confident and they will become highly motivated. സ്ഥിരമായിട്ടുള്ളൊരു ജോലി, ആ ജോലി സ്ഥിരത പലപ്പോഴും ജീവനക്കാരിൽ കൂടുതൽ കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഉണ്ടാക്കുകയും അവർ മോട്ടിവേറ്റഡായി കൂടുതൽ കഠിനാധ്വാനം ചെയ്യാനുമുള്ള സാഹചര്യമുണ്ടാകും. അപ്പോൾ ജോബ് സെക്യൂരിറ്റിയും ഒരു നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവായിട്ട് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ദെൻ നെക്സ്റ്റ് അബൌട്ട് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ. എംപ്ലോയീസ് പാർട്ടിസിപ്പേഷൻ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് എ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ടു മോട്ടിവേറ്റ് എംപ്ലോയീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. It is related with involving employees in decision making. ജീവനക്കാരെ തീരുമാനമെടുക്കുന്ന സമിതികളിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ജീവനക്കാർക്ക് സ്ഥാപനത്തിനോട് കൂടുതൽ കൂറും വിശ്വസ്തയും ഉണ്ടാക്കാൻ സഹായിക്കുന്നു. എംപ്ലോയീസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ജീവനക്കാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക. വിവിധ കമ്മിറ്റികളിൽ ജീവനക്കാർക്ക് പങ്കാളിത്തം കൊടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾക്കും സ്വീകാര്യത നൽകിക്കൊണ്ട് ജീവനക്കാരെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥതയോടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാൻ കഴിയും. അതിനാണ് എംപ്ലോയീസ് പാർട്ടിസിപ്പേഷൻ ഒരു നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ദാറ്റ് ബിക്കം എ മീൻസ് ഓഫ് മോട്ടിവേഷൻ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എംപ്ലോയി എംപവർമെൻറ്റ്, ജീവനക്കാരുടെ ശാക്തീകരണം. ജീവനക്കാരെ ശാക്തീകരിക്കുന്നതിലൂടെ അവർ സ്ഥാപനത്തിന് വേണ്ടി ആത്മാർത്ഥതയോടെ ജോലി ചെയ്യാൻ തൽപരരായിട്ട് മാറുന്നു. ഗിവിംഗ് മോർ ഓട്ടോണമി, പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു സബോർഡിനേറ്റ് വിൽ ക്രിയേറ്റ് എ ഫീലിംഗ് ദാറ്റ് ദർ കോൺട്രിബ്യൂഷൻ ത്രൂ ദ വർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ദ ഓർഗനൈസേഷൻ. ഓരോ ജീവനക്കാരനും സ്ഥാപനത്തിന് വിലപ്പെട്ടതാണെന്നൊരു തിരിച്ചറിവ് അവനുണ്ടാക്കാൻ കഴിയും. ഓരോ ജീവനക്കാരനും പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കുക, കുറേ അധികാരങ്ങളൊക്കെ വിട്ടുകൊടുക്കുക, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ആ രീതിയിൽ അവരും സ്ഥാപനത്തിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണെന്നും ആ സ്ഥാപനത്തിൽ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യേണ്ടത് അനിവാര്യതയാണെന്നും തിരിച്ചറിയുന്നു. ആ രീതിയിൽ എംപ്ലോയി എംപവർമെൻറ്റിലൂടെ ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്
ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസെൻറ്റീവുകളെ കുറിച്ചാണ്. ആ ഇൻസെൻറ്റീവുകൾ നമ്മൾ പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്, അതായത് മോണിറ്ററി ഇൻസെൻറ്റീവ്, അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്, അല്ലെങ്കിൽ നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ് എന്നിങ്ങനെ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചു. അതിൽ പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവിൽ ഉൾപ്പെടുന്നവ പേ ആൻഡ് അലവൻസസ്, പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ഇൻസെൻറ്റീവ്സ്, ബോണസ്, പ്രോഫിറ്റ് ഷെയറിംഗ്, കോ പാർട്ട്ണർഷിപ്പ് ഓർ സ്റ്റോക്ക് ഓപ്ഷൻ, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ആൻഡ് ഓൾസോ പെർക്വസിറ്റ്സ് അഥവാ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിൽ പ്രധാനമായിട്ടും വരുന്നത് സ്റ്റാറ്റസ്, ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, കരിയർ അഡ്വാൻസ്മെൻറ്റ്, ജോബ് എൻറിച്ച്മെൻറ്റ്, എംപ്ലോയി റെക്കഗ്നീഷൻ, ജോബ് സെക്യൂരിറ്റി, എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓൾസോ എംപ്ലോയി എംപവർമെൻറ്റ്. മോട്ടിവേഷൻ എന്നുള്ള പാഠഭാഗം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള ക്ലാസ്സിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഡയറക്റ്റിങ്ങിൻ്റെ അടുത്ത എലമെൻറ്റ് നമ്മൾ ചർച്ച ചെയ്യുന്നു. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.